യെസ് ചേച്ചി. എനിക്ക് വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനില്ല. പിന്നെ ദിലീപേട്ടനെ കാണാൻ വേണ്ടി ഇത്രയേരം വന്നിരുന്നത് 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കണായിട്ട് ചുരിദാറൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. കോട്ടച്ചിന്നാണ് വീട്. ഞാൻ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ദിലീപേട്ടനെ കാണുക, ഫോട്ടോ എടുക്കുക, എന്നാലേ വീട്ടിൽ പോവുള്ളൂ. കുട്ടികളോട് ഉറക്കിയിട്ടില്ല എന്നാണ് അമ്മ വിളിച്ചോണ്ടിരിക്കണേ നടന്നത്. ദിലീപേട്ടനെ ഒന്ന് ഹഗ് ചെയ്യണമെന്നാണ്. ദിലീപേട്ടൻ എന്റെ മുത്താണ്, ചക്കര. കെട്ടിയാനായിട്ട് എപ്പോഴും നല്ല പിടിക്കും. കെട്ടിയാനായിട്ട് നല്ല പിടിക്കുമ്പോ ആദ്യം ഞാൻ എന്റെ DP മാറ്റും, ദിലീപേട്ടനും കാവ്യമാധവനും, അല്ലെങ്കിൽ ദിലീപേട്ടൻ മാത്രം. ഇതിലേതെങ്കിലും ഉണ്ടാക്കും. ഫാൻസിൽ അസോസിയേഷൻ ഒന്നും അല്ല, ഒരു സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുമ്പോ പേരെന്താ പറയുക? സാഞ്ചസ്. പുതിയൊരു പേരല്ലേ സാഞ്ചസ്? എന്താ അർത്ഥം ചേച്ചി സാഞ്ചസ്? വലിയ അർത്ഥമൊന്നുമില്ല, ഒരു ടെന്നീസ് താരത്തിന്റെ പേരാണ്. അപ്പച്ചനെ ഇഷ്ടപ്പെട്ടത് ഇട്ടതാണ്. പിന്നെ എന്റെ കുട്ടി നാരങ്ങ മിഠായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. നാരങ്ങ മിഠായി വെച്ചു കൊടുത്താലേ ഉറങ്ങിയ പോലെ ഉള്ളൂ, കുലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാരങ്ങ മിഠായിട്ട് ദിലീപേട്ടന്റെ ചിരിയൊക്കെ വരുമ്പോ ദിലീപേട്ടൻ അവിടെ ചിരിക്കും, ഇവനും ഇവിടെ ചിരിക്കും. എന്നിട്ടൊക്കെ ഉറങ്ങണത്. രാത്രിയൊക്കെ അതിനിടയിലൊക്കെ കേൾക്കാ ചിരിയൊക്കെ കിടക്കുക. അത് കണ്ടിട്ടുള്ള ഇതാ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീട്ടില് ഇത്രയുള്ള എനിക്ക് പറയാം, ഐ ലവ് യു ദിലീപേട്ട. അപ്പൊ എന്തായാലും ഓടി വായോ, എന്തായാലും ദിലീപേട്ട ഇത്രയും സ്നേഹിക്കുന്ന ആയോണ്ട് ചേച്ചിക്ക് സാഞ്ചസ് ചേച്ചിക്ക് ഒരു വലിയ കൈയടി. നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്, നമുക്ക് സൈലന്റ് ഫാൻസ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ കൂടി ഉണ്ട്. അവര് പെട്ടെന്ന് മുമ്പിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവര് തിയേറ്ററിലേക്ക് വരിക എന്ന് പറയില്ലേ, ഫാമിലിയൊക്കെ ആയിട്ട്. എന്തായാലും വലിയ സന്തോഷം. താങ്ക്സ് എല്ലോ. ചേച്ചി എന്താ ചേച്ചി, എന്നാ പറ്റി പറയൂ. എന്നാ ചേച്ചി ഒരു വിറയലോ എന്താ ഒന്ന് കൈ ഐസ് കെട്ട പോലെ ഇരിക്കുന്നു കേട്ടോ. 4 മണിക്ക് കാണാൻ വേണ്ടി ആരെങ്കിലും ഒരു ഫോട്ടോ എടുക്കോ? കാരണം കുഞ്ഞു വീട്ടിലുണ്ട്, അപ്പൊ അതുകൊണ്ട് പോകാൻ വേണ്ടിട്ട്. വലിയ സന്തോഷം. ആളോട് അന്വേഷണം അറിയും, എപ്പോഴെങ്കിലും നേരിട്ട് കാണാം. ദിലീപേട്ടനാണെങ്കിലും ഇത് കൊടുത്തോ. താങ്ക്സ് എ ലോട്ട്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ ദിലീപേട്ട. നമസ്കാരം ദിലീപേട്ട. നമസ്കാരം. എന്നെ അറിയും ചെറുതായിട്ട്. അറിയും. എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ദിലീപേട്ടന്റെ പാണ്ടിപ്പേട, തെങ്കാശിപ്പട്ടണം അങ്ങനെയുള്ള കോമഡി മൂവീസ്. അപ്പൊ ദിലീപേട്ടൻ അത് മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. ഇല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളുടെ തമാശയുള്ള ചിത്രങ്ങൾ വരുന്നില്ല. ഞങ്ങൾക്ക് അത് വലിയ വലിയ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അവര് ഭയങ്കര സ്ട്രെസ്സിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചില സിനിമകളൊക്കെ എവിടെ നിന്നിട്ട് കണ്ടാലും ചിരിക്കാവുന്ന സിനിമകൾ, ഇപ്പോൾ പഞ്ചാബി ഹൗസ് ആണെങ്കിലും മീശ മാധവൻ, തിളക്കം ഒക്കെ, ഒരുപാട് കല്യാണരാമൻ, പാണ്ടിപ്പട ഒക്കെ, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഇടയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാലും ചിരിക്കാനായി. അപ്പം അങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ ചെയ്യുന്നില്ലേ? താമസിക്കാണ്ട് അങ്ങനെയുള്ള സിനിമകൾ വരും. താങ്ക് യു ദിലീപേട്ടൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.